നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റൈവൽറി നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്നതാണ്. എന്താണ്, എന്തുകൊണ്ടാണ് ഇതിനൊരു റെസൊല്യൂഷൻ ഇല്ലാത്തത്? ഒരു പൊളിറ്റിക്കൽ തീമിൽ നിന്നുകൊണ്ടല്ല ഞാനിതിനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ചാനലിൽ കാണുന്ന പോലെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ മിലിറ്ററി കമ്പയർ ചെയ്തുകൊണ്ടോ എക്കണോമിക് ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിയോണ്ടോ അല്ലെങ്കിൽ മനുഷ്യരുടെ കൾച്ചർ എന്നുള്ള വ്യത്യാസം കൂടുതൽ ഉറപ്പിച്ചതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സോഷ്യൽ ഡൈനാമിക്കിൽ നിന്നുകൊണ്ട് ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ആയാലോ? ലെറ്റ്സ് ഗോ. 1917 സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് നാർസിസിസം ഓവർ മൈനർ ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയുണ്ടായി. ഇതിൻ്റെ കോർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരു സോർട്ട് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ്നെസ് ഉണ്ട്. ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ പോലും അതൊരു യുണീക്നെസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്നെസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. അസ് വേഴ്സസ് ദെം, ഞാൻ നീ എന്ന് പറയുന്ന വേർതിരിവുണ്ടാക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരു ഗ്രൂപ്പിനെ എതിർക്കാനും നമുക്കതിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോപ്പറേഷൻ ഉണ്ടാക്കാനും നമുക്കതിനെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ വീടുകളിൽ പോലും കാണാൻ കഴിയും. സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്നൊരു കാര്യം, രണ്ട് സിബ്ലിങ്സ് തമ്മിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതിന് ഒരു റൈവലറി ഉണ്ടാവാറുണ്ട്. ഏറ്റവും നല്ലോണം അച്ഛനെ സഹായിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ഇവർ രണ്ടുപേരും സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സെയിം വാല്യൂസിൽ നിന്നും വരുന്നവരാണെങ്കിൽ പോലും ഇത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഇത് കാണാൻ കഴിയും. സിമിലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, സെയിം കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ മൈനർ ഡിഫറൻസസ് കണ്ടുപിടിച്ച് അതിൻ്റെ ഡോമിനൻസും ഡിഫറൻസുകളും തിരിച്ചറിയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതേ സൈക്കോളജി തന്നെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ മീഡിയാസിലൂടെ, ജിയോ പൊളിറ്റിക്സിലൂടെയും കാണുന്നത്. ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള റൈവലറി നമ്മൾ പലപ്പോഴുമായിട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. നമ്മുടെ മീഡിയാസ് എത്രത്തോളം ഇതിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. എത്ര നാൾ മുതൽ ന്യൂസ് ഹെഡ്ലൈൻസിൽ പാകിസ്ഥാൻ എക്കോണമി തകർന്നു എന്നും അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഡെമോക്രസിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പാകിസ്ഥാനും കാണിക്കുമ്പോൾ ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇമോഷണൽ സുപ്പീരിയോറിറ്റി എന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പാകിസ്ഥാൻ്റെ കേസിൽ മെജോറിറ്റി ഓഫ് ദ TV ഡിബേറ്റ്സും ഇന്ത്യനെ കുറിച്ചായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യയുടെ കേസുകളിലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പല മീഡിയാസിലും ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് പാകിസ്ഥാനെ തകർക്കും, പാകിസ്ഥാൻ്റെ എക്കോണമി എത്രത്തോളം തകർക്കും, അവരുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എത്രത്തോളം നശിച്ചിരിക്കുകയാണ്, അവരുടെ സ്റ്റേഡിയം എന്തോരും ബാക്ക്വേർഡാണ് ഇന്ത്യനെ കമ്പയർ ചെയ്തുകൊണ്ട്. മെയിൻ സ്ട്രീം മീഡിയാസ് മാത്രമല്ല, സോഷ്യൽ മീഡിയ മീംസും സോഷ്യൽ മീഡിയ ട്രോളുകളും യൂസ് ചെയ്താലും ഞാൻ ഇതിനൊന്നൊരു വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഇല്ലെന്ന് മാത്രമല്ല, ഹെയ്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സിമിലാരിറ്റീസിനെ ഔട്ട്വേ ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറൻസുകൾ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാനും കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാക്കാനും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ് കളക്റ്റീവായിട്ടുള്ള ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നമ്മൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് തേടുക എന്ന് പറയുന്നത്. ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് അപ്ഹോൾഡ് ചെയ്യാനാണ്. അത് നമ്മളെ ബിലോങ്ങിങ്നെസ്സിലേക്ക് സഹായിക്കുന്നു. നമ്മുടേതൊരു സ്ട്രോങ്ങർ ഗ്രൂപ്പാണ്, അവർ ശ്രമിച്ചാൽ നമ്മളെ തകർക്കാൻ കഴിയില്ല. ഇത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു അൺസർട്ടൻ ആയിട്ടുള്ള സമയത്താണ്. അതൊരു എക്കണോമിക് ക്രൈസിസിൻ്റെ സമയത്താവാം, എലക്ഷൻ സമയത്താവാം. പലപ്പോഴും മനുഷ്യന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ബ്ലെയിം ചെയ്യാനും മോക്ക് ചെയ്യാനുമാണ്. ഞാനാണ് ഇവരിൽ നിന്ന് വ്യത്യസ്തർ, ഞാനാണ് വലുത് എന്ന് കാണിക്കുന്നതാണ് പലപ്പോഴും ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനെക്കാട്ടിൽ എളുപ്പം എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് നാർസിസിസം ഓഫ് മൈനർ ഡിഫറൻസസിലൂടെ പറയുന്നത് സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്ലാഷ് ചെയ്യുന്നത്. ശരിക്കും ഉള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. വൈകാരികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളും നമ്മളെ വ്യത്യസ്തരാക്കാൻ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ മീഡിയാസിൽ, എസ്പെഷ്യലി നാഷണൽ മീഡിയാസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ ഫ്രോയിഡ് പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ്. Magnifying the small differences for clicks, views and political agendas is not a futuristic and a long-term answer for all your problems. ഒരു 5% IQ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ബൗണ്ടറീസും ഈ നാഷണൽ റീജിയനും എന്നുള്ളതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്.